ആരെങ്കിലും അവോയ്ഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് ഒട്ടും സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല അല്ലേ? നമുക്കത് ഒട്ടും അക്സെപ്റ്റ് ചെയ്യാനും സാധിക്കില്ല. പക്ഷേ ഇനി ആരെങ്കിലും നിങ്ങളെ അവോയ്ഡ് ചെയ്യുകയാണെങ്കിൽ സേ താങ്ക്സ് ടു ദം. എന്താണെന്നോ, ഞാനൊരു കുട്ടി കഥ പറഞ്ഞു തരാം. ഒരിക്കൽ ഒരു കുട്ടിക്ക് അവളുടെ അച്ഛൻ ഒരു ബലൂൺ വാങ്ങിക്കൊടുത്തു. പക്ഷെ ആ കുട്ടിക്ക് ആ ബലൂൺ ഒട്ടുമേ ഇഷ്ടമായില്ല. പലപ്പോഴും അവൾ അതിനെ കുത്തിപ്പൊട്ടിക്കുവാനും ഒഴിവാക്കുവാനും ശ്രമിച്ചു. പക്ഷെ ആ ബലൂൺ അവളെ ഇഷ്ടമായതുകൊണ്ട് തന്നെ എല്ലായ്പ്പോഴും അവളോട് തന്നെ ചേർന്ന് നിന്നു. ഒരിക്കൽ അവളുടെ കൂട്ടുകാർ പറഞ്ഞു, നീ എങ്ങനെയെങ്കിലും ഈ ബലൂൺ ഒന്ന് ഒഴിവാക്കിയാൽ നിനക്ക് പുതിയത് കിട്ടുമല്ലെന്ന്. ഇത് കേട്ടപ്പോൾ അവൾ അതിനു വേണ്ടിയുള്ള ശ്രമങ്ങൾ തുടങ്ങി. ഇത് മനസ്സിലാക്കിയ ബലൂൺ ആ അവോയ്ഡൻസിനെ അക്സെപ്റ്റ് ചെയ്യുകയും സ്വയം ഒഴിഞ്ഞു കൊടുക്കുവാനും തീരുമാനിക്കുന്നു. അവൾ ഒഴിവാക്കിയപ്പോൾ ബലൂൺ അവളുടെ കയ്യിൽ നിന്ന് പറന്ന് നീലാകാശത്തിലേക്ക് പോയി. അപ്പോഴാണ് ആ ബലൂൺ ഒരുപാട് വിശാലമായ ഒരു ആകാശവും ഉയർന്നു പറന്ന ആ ബലൂണിനെ പിടിക്കുവാനായി ഓടിക്കിതയ്ക്കുന്ന പല കുട്ടികളെയും കാണുന്നത്. നമ്മളുടെ ലൈഫിലും പലപ്പോഴും ഇങ്ങനെയാണ്.